ബർണറൊക്കെ കണ്ടോ ആളി കത്തുമ്പോഴത്തേക്ക് ഗ്യാസ് തീരുന്നതല്ലാതെ നമുക്ക് സാധനങ്ങളൊക്കെ വെച്ചാൽ കരിഞ്ഞു പോകും. ആ ഒരു ഭാഗത്ത് ദോശ ചുട്ടാൽ പോലും ദോശയൊക്കെ കരിഞ്ഞു പോകും. കറിയൊക്കെ ആണെങ്കിൽ ചട്ടിയൊക്കെ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ആ ബർണർ നമുക്ക് മാറ്റാൻ സമയമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം കാണിക്കാം, ബർണർ മാറ്റുന്നതായിട്ട് എല്ലാം കാണിക്കാം. അപ്പോൾ അതേപോലെ തന്നെ സ്റ്റാൻഡുകൾ എല്ലാം കണ്ടോ. ഇതിപ്പം മറ്റേ അടുത്തുള്ള അടുപ്പിലെ ബർണറാണ് കണ്ടോ. നല്ല രീതിയിൽ മഞ്ഞ കളറിൽ തീ വരുന്നുണ്ട്. അപ്പോൾ നമുക്കതെല്ലാം മാറ്റി കൊടുക്കാം. അപ്പോൾ അത് ക്ലീൻ ചെയ്യാനായിട്ട് ഇതേപോലെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കാം. ആ ബർണർ ഇടുന്ന ഭാഗം ഉണ്ടല്ലോ, ആ ചുറ്റുഭാഗത്തായിട്ട് ആദ്യം ഒന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ തീ ഇടയ്ക്ക് അതിൻ്റെ ഇടയിൽ കൂടെ തീ ആളി കത്തുന്നത് കൊണ്ടാണ് നമുക്ക് ഇതേപോലെ പേസ്റ്റ് തേച്ച് കൊടുക്കുന്നത്. അതേപോലെ ബർണറിൻ്റെ ചുറ്റുഭാഗത്തായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മാറ്റാതെ തന്നെ അത്യാവശ്യമൊക്കെ ഒന്ന് വേവിച്ചെടുക്കുന്നതിനൊക്കെ നമുക്ക് ഇതേപോലെ പറ്റും കേട്ടോ. അപ്പോൾ ഇടയിൽ കൂടെ തീയൊന്നും ആളി പോവില്ല, തീയൊന്നും അതേപോലെ ഗ്യാസ് വേസ്റ്റ് ആവില്ല. പിന്നെ ഇതേപോലെ കണ്ടോ ബർണർ പൊട്ടിയിട്ടുണ്ടെങ്കിൽ മാറ്റണം കേട്ടോ. അപ്പോൾ ബർണർ അതിനകത്തായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ പൊടിയെല്ലാം അതിനകത്ത് വീണിട്ട് ആ സ്റ്റാൻഡിനകത്ത് വീണിട്ട് ഗ്യാസ് ഒരുപാട് വേസ്റ്റ് ആകാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ മഞ്ഞ കളറിൽ തീ വരാനൊക്കെ ചാൻസ് ഉണ്ട്. നമ്മുടെ പാത്രങ്ങളെല്ലാം പുക പിടിക്കും, കരി പിടിക്കാൻ അടിഭാഗത്തൊക്കെ. അപ്പോൾ ഇപ്പോൾ കണ്ടോ നല്ല രീതിയിൽ നീല കളറിൽ കത്തുന്നുണ്ടോ ആ പേസ്റ്റ് തേച്ചതിന് ശേഷം കണ്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പം ആ ബർണറിൻ്റെ ആ ഇടയ്ക്കൊക്കെ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ എന്താണ് ഞാൻ അടുത്ത ഈ ഒരു ബർണർ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ തട്ടെല്ലാം കണ്ടോ തുരുമ്പിച്ച് പോയിട്ടുണ്ട്. നമുക്കതെല്ലാം മാറ്റിയെടുക്കാം. ഈ കത്തി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇളക്കിയെടുക്കുന്ന എളുപ്പമായിരിക്കും കേട്ടോ. ഇത് വേണ്ടോ ഗ്യാസ് ഒരുപാട് ലീക്ക് ആവുന്നുണ്ട്, ഇതേപോലെ ആളി കത്തുന്നുണ്ട്. എന്നാൽ നമ്മുടെ സാധനമാണ് ഞാൻ കത്തിച്ചത്. അപ്പോൾ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം കത്തി അണച്ച് തണുത്തതിന് ശേഷം മാത്രം എടുക്കുക. ചെറിയ ചൂടുണ്ടെങ്കിൽ കണ്ടോ പെട്ടെന്ന് ഇളക്കി കിട്ടും കണ്ടോ. അപ്പോൾ ഇതേപോലെ ഇളക്കിയെടുക്കുക ആണ് നമ്മൾ ബർണർ മാറ്റുന്നത് കണ്ടോ. കത്തി വെച്ചിട്ട് അതിനകത്ത് അങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് അതിനകത്തുള്ള ആ പൊടികളൊക്കെ കിട്ടും. ഈ പൊടി കയറിയിട്ട് മഞ്ഞ കളറിലൊക്കെ തീ കത്തിയാൽ നമ്മുടെ പാത്രങ്ങളെല്ലാം കരി. ബർണർ മാറ്റിയിട്ട് കൊടുത്താൽ പോലും വീണ്ടും വീണ്ടും അതിനകത്തുനിന്ന് പുകയും കരിയൊക്കെ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അത് പൊടിയുണ്ടായിരുന്നു. ഇനി നമുക്ക് മറ്റേ തട്ടങ്ങ് മാറ്റാം കണ്ടോ. മറ്റേ തട്ട് നല്ല രീതിയിൽ തുരുമ്പിച്ച് പൊടിഞ്ഞിട്ട് ഇതിൻ്റെ ഈ വേസ്റ്റുകളെല്ലാം അതിനകത്തോട്ട് വീണ് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്ക് സ്റ്റാൻഡൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുക. സ്റ്റാൻഡ് ഒരു കുഴപ്പമില്ല. നമ്മൾ ബർണറാണ് കംപ്ലൈൻ്റ് ആയത്. അതുകൊണ്ട് തന്നെ അതിനകത്ത് നിന്ന് പൊടി ഇതേപോലെ ഒന്ന് തൂത്തെടുക്കാം. അപ്പോൾ ഒത്തിരി പൊടിയുണ്ട്, അല്ലെങ്കിൽ കമഴ്ത്തി തട്ടി കൊടുക്കുക കണ്ടോ. ആ സ്റ്റാൻഡിന് ഒരു കംപ്ലൈൻറ്റും ഇല്ല. സ്റ്റാൻഡ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാറണം കേട്ടോ. സ്പഞ്ച് വെച്ചൊന്ന് ആക്കി കൊടുത്തതിന് ശേഷം ഒരു തുണി വെച്ച് തുടച്ചെടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് എൻ്റെ മുകൾ ഭാഗം നല്ല രീതിയിൽ എൻ്റെ കരാവുന്നതേ ഉള്ളൂ. ഒരു കുഴപ്പമില്ല. നമ്മൾ വെറുതെ ആളെ വിളിച്ച് വെറുതെ പൈസ കളയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ സ്റ്റാൻഡും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്യാസ് അടുപ്പ് പുതിയതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് കളയാൻ കണ്ടോ, പോലും മഞ്ഞ തീ ഇല്ലാതെ കണ്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ വൃത്തിയാക്കി നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. വെറുതെ വേണ്ട ഗ്യാസ് അടുപ്പ് പുതുപുത്തനാക്കി എടുക്കാം നമുക്ക്. അതിൻ്റെ അപ്പോൾ നമ്മളിങ്ങനെയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ ഗ്യാസ് ഒരുപാട് നാൾ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഗ്യാസ് കുറ്റിയിൽ ഗ്യാസ് തീർന്നോ ഇല്ലയോ എന്ന് അറിയുന്നതിന് ഒരു നനഞ്ഞ തുണി നനഞ്ഞ തുണി ഒന്ന് ഇതേപോലെ നാക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഗ്യാസ് തീർന്ന ഭാഗത്ത് കണ്ടോ വെള്ളം നനവ് പെട്ടെന്ന് തന്നെ ഉണങ്ങും. അപ്പോൾ നമുക്കറിയാം ഗ്യാസ് തീർന്ന് എത്രമാത്രം ഉണ്ട് ഇല്ല എന്നുള്ളത് നമുക്കറിയാൻ പറ്റും കേട്ടോ. അതാണ് മുകൾ ഭാഗം പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്നുണ്ട്, താഴ്ഭാഗത്ത് നനവുണ്ട് കണ്ടോ. ഞാൻ കാണിച്ചു തരാം കണ്ടോ. കറക്റ്റായിട്ട് നമുക്കിപ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് കണ്ടോ. മുകൾ ഭാഗത്ത് പെട്ടെന്ന് തന്നെ ഉണങ്ങി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗത്ത് ഗ്യാസ് തീർന്നിട്ടുണ്ട്.